ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ബ്രസീലിന്റെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ആഞ്ചലോട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ഈ പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. അതായത് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ആരാധകർ നെയ്മറുടെ പേര് ചാൻറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല പ്രസ് കോൺഫറൻസിലും ഈ മാധ്യമ പ്രവർത്തകർ നെയ്മറെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. പലരും ഇപ്പോൾ നെയ്മറെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് R7 എസ്പോർട്ടസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് നെയ്മറെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടിക്ക് കേട്ട് മടുത്തു എന്നാണ് R7 സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എവിടെ ചെന്നാലും നെയ്മർ, പ്രസ് കോൺഫറൻസിലും അതുപോലെ തന്നെ സ്റ്റേഡിയങ്ങളിലും മറ്റെവിടെ ചെന്നാലും നെയ്മറെ കുറിച്ച് മാത്രമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇത് ആഞ്ചലോട്ടിയിൽ മടുപ്പുണ്ടാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാർലോ ആഞ്ചലോട്ടി നെയ്മറെ കുറിച്ച് സംസാരിക്കില്ല, മറിച്ച് ടീമിനകത്തുള്ള താരങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും അദ്ദേഹം സംസാരിക്കുക. ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിന് മുന്നേ പ്രസ് കോൺഫറൻസ് ഉണ്ടാകും. ആ പ്രസ് കോൺഫറൻസിൽ നെയ്മറെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ നെയ്മറുമായി ബന്ധപ്പെട്ട ഈ കോലാഹലങ്ങളും വിവാദങ്ങളും അത് ദേശീയ ടീമിന്റെ എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കുന്നു, അതല്ലെങ്കിൽ ദേശീയ ടീമിനെ ഒരു നിഴലിൽ നിർത്തുന്നു എന്നാണ് കാർലോ ആഞ്ചലോട്ടി വിശ്വസിക്കുന്നത്. ദേശീയ ടീമിനകത്തുള്ള താരങ്ങൾക്കും അതുപോലെ തന്നെ ബ്രസീലിയൻ ടീമിനും ഇപ്പോൾ വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ല, മറിച്ച് നെയ്മർക്ക് മാത്രമാണ് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത്. അത് ഒഴിവാക്കണം, നെയ്മറെ കുറിച്ച് ഇനി സംസാരിക്കേണ്ടതില്ല, എല്ലാ ശ്രദ്ധയും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മാത്രമായി ഒതുങ്ങണം എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു അഭിപ്രായം എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇനി അധികം നെയ്മറെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ഈ പരിശീലകൻ എടുത്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.